എല്ലാ കുടുംബത്തിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു, അമ്മച്ചി സപ്പോർട്ട് ചെയ്തു, പിന്നെ വീട്ടിലൊരു ചേച്ചിയുണ്ട് കുട്ടികളെ നോക്കുന്നേ. അപ്പോൾ നമുക്കിതെല്ലാം മാനേജബിൾ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത്, ഞാനൊരു നേഴ്സായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒരുപാട് പേര് കുട്ടികളെ അപ്പനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഞാൻ ഇതന്നെ ചോദിക്കാൻ വരുന്നത്, അതായത് മൂവി ഇൻഡസ്ട്രിയോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കുട്ടികളെ നോക്കുന്നത്. തീർച്ചയായിട്ടും ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഞാനോട് അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. നല്ല മറുപടി. അതെങ്ങനെ ഒരു പ്രതികരണം, അത് ശരിക്കും നമ്മൾ ചുമ്മാ ആൾക്കാർ അങ്ങനെ പറയുന്നതാണ്. നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് അത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അഭിനയിക്കുന്ന അത് അങ്ങനെ നല്ലൊരു മേഖല അല്ലെന്ന് ആൾക്കാർ ചിന്തിച്ച് വെക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് എയർ ഹോസ്റ്റസുമാർ എല്ലാ ദിവസവും ഫ്ലൈറ്റിൽ പോകുന്നു. അവരിപ്പം ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ പോകുന്നവർ ചിലപ്പോൾ 2 US പോകുന്നവർ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്? അപ്പം അങ്ങനെയാണ് അവർ കുട്ടികളെ വളർത്തുന്നില്ലേ? അവർ അമ്മയല്ലേ? അപ്പം ഇതൊക്കെ വെറുതെയാ, ചുമ്മാ ആൾക്കാർ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് 2 സിനിമയൊക്കെ ഈ വർഷം അല്ലാതെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഒരു സിനിമ പോലും ചെയ്തില്ല കഴിഞ്ഞ വർഷം. എന്നിട്ടും ആൾക്കാർ ചോദിക്കുക എങ്ങനെ കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ അതിന് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അത് എന്താണ് ഇവരിങ്ങനെ ചോദിക്കണം. ഞാനങ്ങനെ വലിയൊരു നടിയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഓടുന്ന മുൻനിര നായികമാരുണ്ട് നമ്മുടെ മലയാളത്തിലെ. ഞാൻ അങ്ങനെയൊന്നും അല്ല. ഞാൻ വളരെ കുറച്ച് സിനിമ ചെയ്യുന്ന, ഞാൻ നടിയാണെന്ന് പോലും ഞാൻ പറയാറില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പം ഞാൻ പറയത് എന്താ ഇങ്ങനെ ചോദിക്കണം, ഞാൻ ഇനി വലിയ നടിയൊന്നും അല്ല, എനിക്ക് എപ്പോഴും സിനിമയൊന്നും ഇല്ല, ഷൂട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും. അത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും മനസ്സിൽ തൊട്ട് അഭിനയിച്ച സിനിമ ഏതാണ് മാഡം? എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല ഒരു ഏതെങ്കിലും ഒരു ക്യാരക്ടറോട് നമുക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമോ പ്രത്യേക സ്നേഹമോ ഒക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയില്ലേ? ഇപ്പൊ ഈ പട്ടാഭിരാമനിലെ ക്യാരക്ടർ ആണ്. പട്ടാഭിരാമനിലെ വളരെ ശാലീന സുന്ദരിയോടാണ് ഭയങ്കര ഇഷ്ടമാണ്. ആണ്. പട്ടാഭിരാമനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ നെയിം എന്താണ്? ക്യാരക്ടറിന്റെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ശാലീനതയുള്ള നെയിമാണ്, വിനീത എന്നാണ് പേര്. ക്യാരക്ടറിന്റെ സവിശേഷത ഇതുപോലെ ഒരു ഭയങ്കര നിഷ്കളങ്കയായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വലിയ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് കപ്പയും ചക്കയും ചോറൊക്കെ തിന്ന് ജീവിക്കുന്ന, വലിയ വലിയ ഫുഡ് പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഭക്ഷണ രീതികളുണ്ടല്ലോ, പിസ്സ, ബർഗർ, അങ്ങനെയുള്ള സാധനങ്ങൾ പോലും കാണാത്ത ഒരു പെട്ടെന്ന് പട്ടാഭിരാമന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു. ഇപ്പം ഇങ്ങനെ പിന്നെ ഉണ്ടാവുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ എൻ്റെ പാർട്ടായിട്ട് വരുന്നത്. പട്ടാഭിരാമൻ എന്ന് പറയുന്ന സിനിമ മറ്റു സിനിമകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ? ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വളരെ പ്രസക്തമായിട്ടുള്ള ഗൗരവമേറിയ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ എല്ലാം ജീവിതം നിലനിർത്തുന്നതും നമ്മുടെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്.